നബിയുടെ സഹോദരങ്ങൾ ഈ വിധം തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടേയിരുന്നു. സഹോദരങ്ങൾ എല്ലാവരും ചേർന്ന് യാക്കൂബ് നബിയുടെ അടുത്തെത്തി. യൂസഫ് നബിയെ അവരുടെ കൂടെ അയക്കാനായി ആവശ്യപ്പെട്ടു. എന്നാൽ യാക്കൂബ് നബിക്ക് യൂസഫ് നബിയുടെ കാര്യത്തിൽ അല്പം ഭയമുണ്ടായിരുന്നു. കാരണം യൂസഫ് നബിയോട് മറ്റുള്ളവർക്കുള്ള അസൂയ യാക്കൂബ് നബിക്ക് അറിയാമായിരുന്നു. അദ്ദേഹം ആദ്യം സമ്മതിച്ചില്ല. യൂസഫ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനല്ലേ, ഞങ്ങൾ അവനെ പൊന്നുപോലെ നോക്കില്ലേ, പിന്നെ എന്തിനാണ് ഭയപ്പെടുന്നത്? ഞാൻ പേടിക്കുന്നത് നിങ്ങൾ കളിക്കുന്ന സമയം വല്ല ചെന്നായയും പിടിച്ചു കൊണ്ടുപോയാലോ എന്നാണ്. യാക്കൂബ് നബി പറഞ്ഞു, അവനെ ഞങ്ങളുടെ കൂടെ അയക്കൂ, ഒരു പോറൽ പോലും പറ്റാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഞങ്ങൾ ഒന്നിച്ചുണ്ടാകുമ്പോൾ എന്ത് അപകടം സംഭവിക്കാനാണ്? ഞങ്ങൾ എപ്പോഴും ഒന്നിച്ചുണ്ടാകുമല്ലോ, ഞങ്ങൾ അവനെ നോക്കിക്കൊള്ളാം. ഒരുപാട് നിർബന്ധിച്ചപ്പോൾ യാക്കൂബ് നബി യൂസഫ് നബിയെ പറഞ്ഞയക്കാൻ തയ്യാറായി. അടുത്ത ദിവസം അവരെല്ലാവരും കൂടി ഒരു കാട്ടിലേക്ക് യാത്രയായി. കൂടെ യൂസഫ് നബിയും ഉണ്ടായിരുന്നു. യൂസഫ് നബിയുടെ സഹോദരങ്ങൾ ആ അസുലഭ നിമിഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു. അവർ കണക്കുകൂട്ടിയതുപോലെ യൂസഫ് നബിയെ ഒരു പൊട്ടക്കിണറിനടുത്തേക്ക് കൊണ്ടുപോയി. പൊട്ടക്കിണറിനടുത്ത് എത്തിയപ്പോൾ അവർ യൂസഫ് നബിയെ ബലമായി പിടിച്ചുവച്ചു. യൂസഫ് നബിക്ക് ഓടാനോ രക്ഷപ്പെടാനോ സാധിച്ചില്ല. അവർ യൂസഫ് നബിയുടെ വസ്ത്രമഴിച്ചു മാറ്റി ആ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. കുട്ടിയായ യൂസഫ് നബി അവരോട് സഹായത്തിനായി കീണപേക്ഷിച്ചു. എന്നാൽ അവർ അതൊന്നും ചെവിക്കൊണ്ടില്ല. അങ്ങനെ യൂസഫ് നബി ആ ഇരുണ്ട പൊട്ടക്കിണറ്റിൽ ഒറ്റപ്പെട്ടു. അപ്പോൾ അള്ളാഹു യൂസഫ് നബിയോട് പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. നിനക്കൊരു നല്ല കാലം വരും. അന്ന് നിന്റെ സഹോദരങ്ങൾ നിന്റെ മുൻപിൽ വന്നെത്തും. അന്ന് നീ അവർ നിന്നോട് ചെയ്തതെന്തെന്ന് അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും. യൂസഫ് നബി കിണറിൻ്റെ അകത്ത് പാറക്കെട്ടുള്ള ഭാഗത്ത് സുരക്ഷിതമായി ഇരുന്നു.